െങ്കിൽ വീട്ടിലിരുന്നൊരു ഫോൺ എടുത്ത് വിളിച്ച് അവരെ അനുഭവങ്ങൾ കേട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് ചില ഉസ്താദന്മാർ ലൈവ് നടത്തുന്ന കണക്ക് ലൈവ് നടത്താമല്ലോ, ഒരു ചെലവില്ലല്ലോ, എന്താ റീച്ച് കിട്ടുമല്ലോ, ഒരുപാട് ആളുകളെ കിട്ടുമല്ലോ, സബ്സ്ക്രൈബർ കിട്ടുമല്ലോ. അതൊന്നും ഇവിടെ ലക്ഷ്യമേ അല്ല, അതൊന്നും ഇവിടെ ലക്ഷ്യമേ അല്ല. ഇവന്റെ ലക്ഷ്യം എന്താന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. പുള്ളി ആരാണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇയാളുടെ പേരാണ് സിറാജുദ്ദീൻ, ഒരു കള്ള ഉസ്താദ്, ഒരു കള്ള മതപണ്ഡിതൻ. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അസ്മ എന്ന യുവതി വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്നുണ്ടായ കോംപ്ലിക്കേഷനിൽ ഇല്ലാതായിപ്പോയി. ആ യുവതിയുടെ 5ാമത്തെ പ്രസവമായിരുന്നു. ആ അസ്മയുടെ ഭർത്താവാണ് ഞാൻ ഈ കാണിച്ച മഹാൻ. ഒരു തലപ്പാവും അങ്ങോട്ട് കെട്ടി ഒരു വെള്ള വസ്ത്രവും കൂടെ അങ്ങ് ധരിച്ചിട്ട് പാവപ്പെട്ട വിവരമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ പോയി കടിച്ചാ പൊട്ടാത്ത കുറെ വാചകങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രഭാഷണം അങ്ങ് നടത്തുമ്പോഴേക്കും ഇവനൊക്കെ വലിയ മതപണ്ഡിതനാവും, വലിയ മഹാനാവും. പറയുന്നതൊക്കെ തന്നെ ശുദ്ധ വിഡ്ഢിത്തരവും പൊട്ടത്തരവുമായിരിക്കും. നമ്മുടെ നാടിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവനൊക്കെ വിളിച്ചു പറയുന്നത്. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ വേണം ആദ്യം തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവർ മലപ്പുറം സ്വദേശികളല്ല, മലപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അപ്പൊ ഈ സിറാജുദ്ദീൻ ആലപ്പുഴക്കാരനും അസ്മ പെരുമ്പാവൂരുകാരിയുമാണ്. 1.5 വർഷമായിട്ട് മലപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇന്നത്തെ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്കോ നെയ്ബേഴ്സിനോ ഈ യുവതി പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഇയാൾ പറഞ്ഞില്ല, ആശാ വർക്കർമാരോട് പോലും പറഞ്ഞില്ല. എന്നിട്ട് രഹസ്യമായിട്ട് പ്രസവം നടത്തി. ആ സമയത്ത് ഇയാൾ മാത്രമാണ് ആ വീട്ടിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചോണം, ഒരു സ്ത്രീ പോലും ഇല്ല, ഇയാൾ മാത്രമാണ് ആ വീട്ടിലുള്ളത്. 5ാമത്തെ പ്രസവം, 5 പ്രസവിച്ച ഒരു സ്ത്രീ, എന്തുമാത്രം വീക്കായിരിക്കും അവര്. 35 വയസ്സേ ഉള്ളൂ. 6 മണിക്കാണ് പ്രസവം നടക്കുന്നത്, 9 മണിക്ക് അവര് പോയി. അതിനുശേഷം ആരോടും പറഞ്ഞില്ല, ഈ സംഭവമൊന്നും ആരോടും പറഞ്ഞില്ല. പ്രസവിച്ചപ്പോൾ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു പ്രസവിച്ചു എന്ന്. എന്നിട്ട് 9 മണിയായപ്പോൾ ആംബുലൻസുകാരെ വിളിച്ച് ആംബുലൻസ് ഡ്രൈവറോട് ശ്വാസം മുട്ടലാണെന്നാണ് പറഞ്ഞത്. നോക്കിക്കോണം, ശ്വാസം മുട്ടലാണ് എന്ന് പറഞ്ഞ് പെരുമ്പാവൂര് കൊണ്ടുപോയി രഹസ്യമായിട്ട് സംസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ യുവതിയുടെ വീട്ടുകാർക്ക് സംശയമായി. യുവതിയുടെ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ട് അയാളുടെ കള്ളത്തരം നടന്നില്ല. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ വിവരം ലോകം അറിയത്തില്ലായിരുന്നു. യുവതിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയില്ലായിരുന്നുണ്ടെങ്കിൽ ഈ കാര്യം ലോകം അറിയത്തില്ലായിരുന്നു. ആ 5 മക്കൾ അനാഥരായി. ഇവൻ എന്ത് ചെയ്യും? ഇവന് സുഖമായില്ലേ? പുതിയൊരു പെങ്കൊച്ചിനെ ഞാൻ കല്യാണം കഴിക്കും. ആദ്യത്തേത് 5 പെറ്റതല്ലേ, അതുകൊണ്ട് കൊള്ളത്തില്ലല്ലോ. ഇവനൊക്കെ എന്ത് സ്ത്രീ, എന്ത് മക്കള്. സ്ത്രീകളെയൊക്കെ വെറും സുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അങ്ങനെ മാത്രമാണ് ഇവനൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇതിനകത്ത് മതത്തെ വലിച്ചിഴയ്ക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോ ചില പുരോഹിതന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇതേപോലെ മതത്തിന്റെ പ്രവാചകരാണ് എന്ന് കള്ളത്തരം പറഞ്ഞ് ഇതുപോലെ ഒരു തലപ്പാവും കെട്ടിട്ട് കുറെ പണ്ഡിതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാര് ഇപ്പം വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ തന്നെ ഇവന്റെ വിശ്വാസപ്രകാരം ഇവൻ പറഞ്ഞേക്കുന്നത് വീട്ടിലാണ് സ്ത്രീകൾ പ്രസവിക്കേണ്ടത്. സ്ത്രീകൾ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല. ഈ 5 എണ്ണത്തില് 1 എണ്ണം മാത്രമാണ് ഹോസ്പിറ്റലിൽ നടന്നത്, ബാക്കി 4 വീട്ടിൽ തന്നെയാണ് നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തുമാത്രം കഷ്ടപ്പാടും ദുരിതവും വേദനയുമാണ് ആ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ടാകുക. ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്, മടവൂർ കഫീല എന്നാണ് ഈ യൂട്യൂബ് ചാനലിന്റെ പേര്. ആ യൂട്യൂബ് ചാനലിനകത്ത് ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് പോയവരെ പോലും ജീവിപ്പിക്കുമെന്നാണ് ഇവൻ പറഞ്ഞേക്കുന്നത്. അത്രയ്ക്കും കഴിവുള്ള സിദ്ധനാണ്. എന്നിട്ട് എന്തേ ഭാര്യയെ ജീവിപ്പിക്കാഞ്ഞത് എന്തേ? കുറച്ചു ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയ്ക്കകത്ത് കുറെ മുസ്ലിം സ്ത്രീകളാണ്, തലയിൽ തട്ടമൊക്കെ ഇട്ടേക്കുന്ന മുസ്ലിം സ്ത്രീകളാണ്. അവർ ഈ ഗ്രാജുവേഷൻ സെറിമണിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ്. കയ്യിൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് എന്ത് സംഭവം, എന്തെങ്കിലും ആദരിക്കുന്ന ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് ഞാനത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്ത് സംഭവം എന്നറിയാമോ? വീട്ടിൽ പ്രസവിച്ചതാണ് ആ സ്ത്രീകളെല്ലാം. അപ്പൊ വീട്ടിൽ പ്രസവിച്ച ആ സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങാണ്. മുസ്ലിങ്ങളാണ് മുഴുവൻ. അതാണ് ഞാൻ പറഞ്ഞത്, ചില പൊട്ട മതപണ്ഡിതർ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ ബുദ്ധിയില്ലായ്മ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതപണ്ഡിതര്. ഇതുപോലുള്ള വിവരമില്ലാത്ത പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വീട്ടിൽ പ്രസവിച്ചാൽ മതി, അതാണ് നല്ലത്, അതാണ് പ്രവാചകൻ പറയുന്നത്, അതാണ് നമ്മുടെ മതത്തിന് ചേരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോരോ കുഴിയിലേക്ക് അവരെ തള്ളിവിടുന്നു. ഇവനെ എന്നിട്ട് നാട്ടുകാര് ഒന്ന് കണ്ടു. നാട്ടുകാരെല്ലാം ചേർന്ന് പഞ്ഞി കിട്ടിയിട്ടുണ്ട്. നാട്ടുകാരെ പിടിച്ചിരുത്തി ഒന്ന് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് വീരമുള്ളതായിരുന്നു. ജീവൻ പഠിപ്പിച്ചതാണ്. നീ മറ്റേ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പഠിപ്പിക്കുന്ന ആളല്ലടാ.
നീ ആ പുള്ളിക്ക് ജീവൻ കാട്ടി ഞങ്ങൾ ലക്ഷ്യത്തിന് പറഞ്ഞിട്ടേക്കാം കൊടുക്കാൻ പോകുന്നു. നീ കോൾ ചെയ്യണ്ട, നമ്പർ കാട്ടി തന്നാൽ മതി. ഞാൻ കോൾ ചെയ്യണ്ട. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ഇവിടെ നീ എപ്പോഴാ വിളിച്ചേ? നീ മറ്റേ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ട് വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടിയപ്പോ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പോയി ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ശ്വാസം മുട്ടാൻ വരണം പറഞ്ഞു. ഇന്ന് നോക്കിയപ്പോൾ കിടക്കട്ടെ നോക്കിയാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവത്തിന്റെ ക്ഷീണം പ്രസവത്തിന്. നീ എത്ര മണിക്കാ മറ്റേ തളന്ന് വിളിച്ചേ? സമയം അല്ലടാ, എന്റെ തള്ള വന്നോ? പറഞ്ഞേ കേക്ക് കിടന്നു. ഞാൻ വിളിച്ചാൽ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കിടന്നു. കിടന്ന ശേഷം പിന്നെ അവർക്ക് അണങ്ങുന്നില്ല. അപ്പോഴാണ് ഞാൻ വിളിച്ചത്. ഇവനെയൊന്നും ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. എന്നിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ, മകനോട് ചോദിക്കാൻ. മകന് കൂടിപ്പോയ 12 വയസ്സ് കാണും, അതിൽ കൂടുതൽ പ്രായമില്ല. മകനോട് ചോദിക്കാൻ. ആ മകനെയും ഈ രീതിയിലല്ലേ ഇവൻ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ തലയിൽ ഇങ്ങനെ പൊട്ടത്തരമൊക്കെ കുത്തിവെച്ചിട്ടല്ലേ ഇവൻ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് എല്ലാത്തിനെയും അങ്ങ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മതത്തെ പിടിച്ചങ്ങിടും. മതത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്, നബി ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കള്ളത്തരം കൂടി അങ്ങ് പറയും. എന്നിട്ട് പാവപ്പെട്ടവരെ ഇതുപോലെ പറ്റിക്കും. പാവപ്പെട്ട സ്ത്രീകൾ വിചാരിക്കും ഖുറാനകത്ത് പറയുന്നുണ്ട്, മതത്തിനകത്ത് പറയുന്നുണ്ട്, നബി പറയുന്നുണ്ട് എന്നൊക്കെ പാവപ്പെട്ട സ്ത്രീകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ലേ? അവർ വിശ്വസിക്കും. അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തവരാണ് കൂടുതലായിട്ടും ഇവരെ പോലെയുള്ളവരുടെ ചതിക്കുഴിയിൽ ചെന്ന് പെടുന്നത്. നല്ലവരായിട്ടുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ആ നല്ലവരായിട്ടുള്ള പണ്ഡിതന്മാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും ഒറ്റപ്പെടുത്തും ഇവന്മാര്. 64,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ഈ വ്യക്തി. ആ യൂട്യൂബ് ചാനലിൽ പറയുന്നത് മൊത്തം വിഡ്ഢിത്തമാണ്. എന്നാൽ ഇതിന് മുമ്പ് വരെ, ഈ വാർത്ത വരുന്നതിന് മുമ്പ് വരെ ഇയാളെ പുകഴ്ത്താനാണ് അതിനകത്ത് ആൾക്കാർ വന്നേക്കുന്നത്. കമന്റിൽ മുഴുവൻ ഇയാളെ പുകഴ്ത്തുവാണ്. ഇപ്പൊ ഈ വാർത്ത വന്നതോട് കൂടിയിട്ട് ഇയാളെ തള്ളി പറയും. അത് ഷുവർ അല്ലേ? എന്നാൽ ഇതിനെ ന്യായീകരിക്കാൻ ഇനി കുറെ ആൾക്കാർ വരും. ന്യായീകരിക്കുന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. ആ സ്ത്രീകളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമില്ലായ്മ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അതിനെന്താ കുഴപ്പം? ഹോസ്പിറ്റലിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലേ? ചികിത്സ നിഷേധിക്കുക എന്ന് പറയുന്നത് കുഴപ്പം തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഒരു വ്യക്തിക്ക് ചികിത്സ കിട്ടണം എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആ ചികിത്സ എന്തിന്റെ പേരിലാണെങ്കിലും നിഷേധിക്കാൻ പറ്റത്തില്ല. വേറൊരു കാര്യമുണ്ട്, ആ കുട്ടി ആ പ്രസവിച്ച അതേ രീതിയിൽ കിടക്കുകയാണ്. അതിന്റെ ശരീരം ഒന്ന് വൃത്തിയാക്കാൻ പോലും തന്ത എന്ന് പറയുന്ന ഈ ഉസ്താദിനെയും കൊണ്ട് കഴിഞ്ഞില്ല. ഇവനൊക്കെ കൈ അനങ്ങത്തില്ലല്ലോ. പെണ്ണുങ്ങളാണല്ലോ എല്ലാം ചെയ്യേണ്ടത്, എല്ലാ ജോലിയും ചെയ്യേണ്ടത് പെണ്ണുങ്ങളാണ്. ഇവനൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി ഞെളിഞ്ഞ്. എന്നിട്ട് പേരോ ഉസ്താദ്. ഇവനൊക്കെ ഈ തലപ്പാവ് ആദ്യം അഴിപ്പിക്കണം. ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി നാണക്കേടാണ്. ബാക്കിയുള്ള ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കും കൂടി നാണക്കേടാണ് ഇതുപോലെയുള്ള അന്ധവിശ്വാസികളായിട്ടുള്ള പൊട്ടന്മാര്. ഇവനെയൊക്കെ ഉസ്താദ് എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല, പണ്ഡിതൻ എന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല. വെറും പൊട്ടൻ, ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത വെറും പൊട്ടൻ. ഇവരെയൊക്കെ ന്യായീകരിക്കുന്നവരെ വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ. പുള്ളിയുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യും, ഉറപ്പാണ് അറസ്റ്റ് ചെയ്യും. പക്ഷെ കൂടിപ്പോയാൽ എത്ര വർഷം ഇയാളൊക്കെ ജയിലിൽ കിടക്കും? കൂടിപ്പോയാൽ 3 വർഷം കിടക്കും. അത് കഴിയുമ്പോൾ പിന്നെയും വെളിയിലിറങ്ങും, ഒരു വെള്ള വസ്ത്രവും കൂടെ അങ്ങോട്ട് ഇടും, തലപ്പാവും കിട്ടും, പിന്നെയും പണ്ഡിതനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. കുറെ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞാൽ മതിയില്ല, അതോടുകൂടിയിട്ട് പണ്ഡിതനായി. എന്ത് പണ്ഡിതൻ? ഇവന്മാരെ പോലുള്ള കുറച്ചു പേര് ഇതുപോലെ വീട്ടിൽ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പ്രചരിപ്പിക്കുന്നുണ്ട്. മതം അതാണ് അനുശാസിക്കുന്നത്, വീട്ടിൽ പ്രസവിക്കുന്നതാണ് മതത്തിന് ചേരുന്നത്, അല്ലാത്തത് മതത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 5ഓ 6ഓ സ്ത്രീകളെ സ്റ്റേജിൽ കയറ്റി ആദരിക്കുകയാണ്. അവർ വിദ്യാഭ്യാസം നേടി എന്ന് പറഞ്ഞിട്ടല്ല ആദരിക്കുന്നത്, വീട്ടിൽ പ്രസവിച്ചു, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിലും കേസ് എടുക്കണം. ഇയാളിനി 3 വർഷമൊക്കെ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് പഴയ പണി തുടങ്ങും, പുതിയൊരു പെണ്ണിനെ കല്യാണം കഴിക്കും, ആ 5 മക്കള്